ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഒരുപാട് പേർക്കുള്ള ഒരു കൺഫ്യൂഷനാണ്. ഒരുപാട് എന്താ പറയുക, ലൈക്ക് പൊതുവെ എല്ലാവർക്കും ഉള്ള കൺഫ്യൂഷനാണ്. എൻ്റെ ചാനലിൽ എനിക്ക് ഈ ഒരു ക്ലാരിറ്റി തരണം എന്ന് നിങ്ങൾക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് തോന്നിയ ഒരു കാര്യമാണ്. എന്തെന്ന് പറയുമ്പോൾ സിമ്പിളായിട്ട് ഞാൻ പറയാം, പെയ്ഡ് പ്രൊമോഷൻസും ആഡുകളും കൊളാബറേഷൻസും ഒക്കെ ചെയ്യുന്നത് ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത്, ഏതൊക്കെ പ്രോഡക്റ്റുകളാണ് ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നതെന്നും അതിനുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം എന്ന് തോന്നിയിട്ടുള്ള കുറച്ച് ഇൻഫർമേഷൻസ് ആണ്. സോ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യം ഞാൻ പറഞ്ഞില്ലേ, ഇത് എൻ്റെ റെസ്പോൺസിബിലിറ്റി ആണ്, എന്തൊക്കെയാണ് ഞാൻ ചെയ്യുന്നതെന്നുള്ളത് നിങ്ങളെ അറിയിക്കുക എന്നുള്ളത്. ഒരുപാട് പേർക്ക് എന്ത് വിശ്വസിക്കണം, ഇത് സത്യമാണ്, കാരണം പൈസ കൊടുത്ത് ചെയ്യിക്കുന്ന ഒരു സാധനമല്ലേ. അതിനെയാണല്ലോ നമ്മൾ പെയ്ഡ് പ്രൊമോഷൻസും കൊളാബറേഷൻസും പാർട്ട്ണർഷിപ്പ് എന്നൊക്കെ പറഞ്ഞ് ചെയ്യുന്നത്. അപ്പം ഇതിന് ഞാൻ എന്തൊക്കെ ചെയ്യും, അപ്പം നിങ്ങൾ എനിക്ക് എത്രത്തോളം വിശ്വസിക്കാൻ പറ്റും, ഇതെല്ലാം നമ്മുടെ ഒരു ഫാമിലിക്കുള്ള ഡൗട്ടായിരിക്കും. സോ അത് സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് കാര്യം എന്ന് പറയുമ്പോൾ, ഒരു സ്കിൻ കെയർ ചെയ്യുന്ന ലൈക്ക് വീഡിയോസ് ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ ഒരുപാട് പ്രോഡക്റ്റുകൾ ബ്രാൻഡുകൾ നമുക്ക് അയച്ചു തരും. അയച്ചു തന്നിട്ട് നിങ്ങൾക്ക് എൻ്റെ പുറത്തെ ഷെൽഫ് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ഒരുപാട് പ്രോഡക്റ്റുകൾ നമുക്ക് വരും. പക്ഷെ അതെല്ലാം നമുക്ക് ഈ വീഡിയോയിൽ പ്രൊമോട്ട് ചെയ്യണമെന്നോ ഒന്നും യാതൊരു നിർബന്ധവും ഇല്ല. നമുക്ക് പൈസ തന്നിട്ടൊന്നും ചെയ്യുന്നതല്ല, ചുമ്മാ ഒരു പ്രോഡക്റ്റ് അയച്ചു തരും, നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം, നമുക്ക് വേണമെങ്കിൽ വീഡിയോയിൽ കാണിക്കാം, നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയും. എൻ്റെ ഒരു ഇതിൽ ഞാൻ പറയും, എനിക്ക് അവർ അയച്ചു തന്ന പ്രോഡക്റ്റ് നല്ലതാണെന്നുണ്ടെങ്കിൽ ഞാൻ നല്ലതാണ് എന്നുള്ള രീതിയിൽ എൻ്റെ വീഡിയോയിൽ കാണിക്കുകയും ചെയ്യും. മോശമാണെന്നുണ്ടെങ്കിൽ മോശമായിട്ടുണ്ട് അല്ലെങ്കിൽ കൊള്ളില്ല എന്നുള്ള രീതിയിൽ ഡെഫിനറ്റ്ലി ഞാൻ എൻ്റെ വീഡിയോസിൽ കാണിക്കുന്ന രീതിയാണ്. ഇനി അതാണ് നമുക്ക് ഈ PR പാക്കേജുകൾ എന്ന് പറയുന്നത്. ഇവരിങ്ങനെ അയച്ചു തരുന്ന സാധനങ്ങളെയാണ് PR പാക്കേജ്. ഇപ്പോൾ പുതിയ ലോഞ്ചുകൾ വരുമ്പോഴും എന്തെങ്കിലും ഈ ദീപാവലി ഓണമൊക്കെ വരുമ്പോഴും ഈ ബ്രാൻഡുകളൊക്കെ ഇങ്ങനെ അയച്ചു തന്നുകൊണ്ടേയിരിക്കും. അതൊരു വേറെ സെക്ഷനാണ് എന്ന് പറയുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് അതിലൂടെ പ്രൊമോഷൻ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ജസ്റ്റ് അവർ അയച്ചു തരുന്നു, നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നു, അവർക്ക് നമ്മൾ വീഡിയോയിൽ കാണിച്ചു കഴിഞ്ഞാൽ അവർക്കൊരു പ്രൊമോഷനും കൂടെ ആയി, അത്രയേ ഉള്ളൂ. അതിലല്ലാതെ വേറെ ഡീലിങ്സും കാര്യങ്ങളൊന്നുമില്ല. ഇനി പെയ്ഡ് പ്രൊമോഷൻസും കൊളാബറേഷൻസും ആഡുകളും ഇതൊക്കെ എന്തുവാണ് സംഭവം എന്നുള്ളത് ഒരുപാട് പേർക്ക് ഡൗട്ടുണ്ട്. സിമ്പിളായിട്ട് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ, നമ്മൾ ഒരുപാട് ബ്രാൻഡുകൾ ഇങ്ങോട്ട് കോൺടാക്ട് ചെയ്തിട്ട് ഇന്നൊരു പ്രോഡക്റ്റ് ഉണ്ട്, നമുക്കത് പ്രൊമോട്ട് ചെയ്യണം എന്ന് പറയും. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാം. ഇപ്പോൾ ആദ്യം ഞാൻ ആ പ്രോഡക്റ്റ് അനലൈസ് ചെയ്യും. ആ പ്രോഡക്റ്റ് എനിക്ക് അറിയാമോ, ഞാൻ ഉപയോഗിച്ചതാണോ, അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് ഓക്കെ ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നോക്കും. എനിക്ക് അങ്ങനെ അറിയാവുന്ന, ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടാവുന്ന പ്രോഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഓക്കെ നമുക്ക് ചെയ്യാം, നല്ലതാണ് എന്ന് എനിക്ക് ഉറപ്പുള്ള പ്രോഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ മാത്രം ഞാനത് കൺഫേം ചെയ്യും. ഓക്കെ നമുക്കിത് ചെയ്യാം, ഇന്ന കാര്യങ്ങൾ. പക്ഷെ എനിക്ക് എക്സാജറേറ്റ് ചെയ്തൊന്നും പറയാൻ പറ്റില്ല, പക്ക എനിക്ക് എന്താണ് ഫീൽ ചെയ്തത് അത് ഞാൻ ഓഡിയൻസിനടുത്ത് കൺവേ ചെയ്യാം എന്നുള്ള രീതിയിലായിരിക്കും ഞാൻ ഡെഫിനറ്റ്ലി ആ ഒരു കൊളാബറേഷൻ അക്സെപ്റ്റ് ചെയ്യുന്നത്. ഇനി അവരൊരു പുതിയ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുവാണ്, അല്ലെങ്കിൽ ഒരു പുതിയ സാധനമാണ്, ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ലാത്തൊരു സാധനമാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക, ഞാൻ പറയും എന്നാൽ നമുക്ക് അയച്ചു തന്നിട്ട് ഇത്രയും ഒരു നാൾ, ഇപ്പോൾ ഒരു പ്രോഡക്റ്റ് വർക്ക് ചെയ്യാൻ ഒരു പർട്ടിക്കുലർ സമയമുണ്ടല്ലോ, അല്ലെങ്കിൽ അവർ പറയുന്ന ഒരു സമയമുണ്ടല്ലോ, അത്രയും സമയത്ത് ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്ക് റിസൾട്ട് ഉണ്ടോ, എങ്ങനെയാണ്, എന്തെങ്കിലും സൈഡ് എഫക്റ്റ് ഉണ്ടോ, ഇന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഒന്ന് ടെസ്റ്റ് ചെയ്യട്ടെ. ഇതിന് ശേഷം നല്ലതാണെന്നുണ്ടെങ്കിൽ ഞാൻ പ്രൊമോട്ട് ചെയ്യും, ഇല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് താല്പര്യമില്ല എന്നുള്ളൊരു സാധനമാണ് ഞാൻ ഏറ്റവും കൂടുതൽ പറയുന്നത്. ഇപ്പോൾ അവർ അയച്ചു തന്നു, ആ പ്രോഡക്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയും, അത് പ്രൊമോട്ട് ചെയ്യില്ല. മനസ്സിലായി? ഇനി എനിക്ക് നല്ലതാണ്, ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഞാൻ അത് തന്നെ നമ്മുടെ ഓഡിയൻസിനടുത്ത് പറയും. അപ്പം അതിന് എനിക്ക് എന്തായാലും ഡെഫിനറ്റ്ലി പൈസ കിട്ടും. ഓക്കെ എന്നും പറഞ്ഞ് ഒരു പൈസയ്ക്ക് വേണ്ടി മാത്രം ഡെഫിനറ്റ്ലി ഒരു പ്രോഡക്റ്റ് ഒരു ഐഡിയ ഇല്ലാതെ കണ്ട വൈറ്റനിങ് ക്രീമുകളും കിഡ്നി അടിച്ചു പോകുന്ന സാധനങ്ങളും അല്ലാത്ത എന്താ പറയുക ക്രീമുകളും സാധനങ്ങളും എന്തും അവർ തന്നു കഴിഞ്ഞാൽ പൈസ കിട്ടുമല്ലോ എന്ന് കരുതി ഡെഫിനറ്റ്ലി ഞാൻ പ്രൊമോട്ട് ചെയ്യില്ല. അത് എൻ്റെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഉറപ്പാണ്. ആ ഒരു സാധനം ഞാൻ ഉറപ്പ് തരാം, കാരണം എനിക്ക് ഉറപ്പ് തരാൻ പറ്റുള്ളൂ. കാരണം ഞാനൊന്നും ചെയ്യില്ല എന്ന് ഉറപ്പുള്ള സാധനം, ഞാൻ നിങ്ങളെ പറ്റിക്കുന്ന പരിപാടിയോ ഇതുപോലത്തുള്ള ഡാമേജ് ഉണ്ടാക്കുന്ന ക്രീമുകളോ വെളുത്തിട്ട് പാറുന്ന പരിപാടിയോ ചെയ്യില്ല. ഞാൻ ഉപയോഗിച്ച് അല്ലെങ്കിൽ എൻ്റെ ഫാമിലി ഉപയോഗിച്ച് 100% എൻ്റെ ഇൻഗ്രീഡിയൻസിലും കുഴപ്പമൊന്നും ഇല്ല എന്നുള്ള സാധനം മാത്രം എൻ്റെ ചാനലിൽ നിങ്ങൾക്ക് പ്രൊമോട്ട് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റുകയുള്ളൂ. മനസ്സിലായോ? ഇങ്ങനെയാണ് എൻ്റെ ഒരു രീതിയിലുള്ള പ്രൊമോഷൻസും കാര്യങ്ങളും പോകുന്നത്. ഇപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നല്ല പ്രോഡക്റ്റ് അല്ലെന്നുണ്ടെങ്കിൽ ഒരു വൈറൽ പ്രോഡക്റ്റ് ആയിക്കോട്ടെ, ചിലപ്പോൾ അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പ്രൊമോട്ട് ചെയ്യില്ല. നിങ്ങൾ എൻ്റെ ചാനലിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രൊമോഷൻസോ പെയ്ഡ് ആണെങ്കിലോ കൊളാബറേഷൻ ആണെങ്കിലോ ചുമ്മാ ഇടുന്നതാണെങ്കിലോ എന്തുവാണെന്നുണ്ടെങ്കിലും അത് ഉറപ്പുള്ള ഒരു കാര്യം മാത്രമേ ഇടുള്ളൂ. പിന്നെ പ്രോഡക്റ്റുകളെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടും ഒരു സംഭവം എന്ന് പറയുന്നത് ഒരുപാട് പേർക്ക് അറിയാത്തൊരു കാര്യമാണ്. നമ്മളിപ്പോൾ ഒരു പ്രോഡക്റ്റ് കൊള്ളാം എന്ന് കരുതി അത് എല്ലാവർക്കും ഒരേപോലെ വർക്ക് ചെയ്യണം എന്നില്ല. മനസ്സിലായി? അതൊരു സംഭവമുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു പ്രോഡക്റ്റ് എല്ലാവർക്കും ഒരേപോലെ വർക്ക് ചെയ്യുമായിരുന്നു എന്നുണ്ടെങ്കിൽ ഇത്രയും ബ്രാൻഡുകളും ഇത്രയും പ്രോഡക്റ്റുകളുടെ യാതൊരു ആവശ്യവുമില്ല.
അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തരുടെ സ്കിന്ന് ഡിഫറെൻ്റ് ആണ്, ഓരോരുത്തർക്ക് ഓരോ രീതിയിലാണ് വർക്ക് ചെയ്യുന്നത്, ഓരോരുത്തർക്ക് ഓരോ സമയം എടുക്കും എന്ന് പറയുമ്പോൾ ഇപ്പോൾ എനിക്ക് 2 ആഴ്ചയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് 3 ആഴ്ചയോ 4 ആഴ്ചയോ ഒക്കെ ആയിരിക്കും വർക്ക് ചെയ്യാൻ എടുക്കുന്ന ടൈം പീരീഡ്. അപ്പോൾ അതും വളരെ ഡിഫറെൻ്റാണ്. ഇപ്പം ഞാൻ എൻ്റെ വീട്ടിൽ അതുകൊണ്ടാണ് ഞാൻ നല്ല നല്ല പ്രോഡക്റ്റുകൾ ഇപ്പോൾ കുരുവിന് വേണ്ടി തന്നെ ഇപ്പോൾ ഒരു കുരുവിൻ്റെ പാട് മാറ്റാൻ തന്നെ എൻ്റെ ചാനലിൽ നിങ്ങൾക്ക് ഒരുപാട് പ്രോഡക്റ്റുകൾ കാണാം. ഞാൻ ഇത്രയും ഒരുപാട് പേര് കൺഫ്യൂസ്ഡ് ആയിരിക്കും. എന്താ പറയുക, ഒരു പ്രോഡക്റ്റ് കാണുമ്പോൾ വേറെ വീണ്ടും അതിനെക്കുറിച്ച് പറയുന്നു. അപ്പോൾ ഒരു പ്രോഡക്റ്റിൽ എന്താ ഒരു പ്രോഡക്റ്റിൽ ഉറച്ചു നിൽക്കാത്തെന്ന് പറയുമ്പോൾ ഒരു പ്രോഡക്റ്റ് നമ്മൾ ഈ 3.5 കോടി ആൾക്കാർക്കും ഒരേ പ്രോഡക്റ്റ് ചേരില്ല, അത് നിങ്ങൾക്ക് വർക്ക് ആവത്തുമില്ല. അതുകൊണ്ടാണ് നല്ല പ്രോഡക്റ്റുകൾ ടെസ്റ്റ് ചെയ്ത് നോക്കാൻ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത്. എന്ന് പറയുമ്പോൾ നിങ്ങൾ സ്കിൻ കെയർ ചെയ്യാൻ നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് ഉപയോഗിക്കണം എന്ന് വിചാരിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ എപ്പോഴും മൈൻഡിൽ വെക്കുന്ന ഒരു കാര്യം, ഏത് പ്രോഡക്റ്റ് ആയിക്കോട്ടെ, എന്ത് സ്കിൻ കെയർ പ്രോഡക്റ്റ് ആയിക്കോട്ടെ, ഹെയർ കെയർ പ്രോഡക്റ്റ് ആയിക്കോട്ടെ, അത് വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു മിനിമം റിസൾട്ട് അതിൽ നിന്ന് കിട്ടണം എന്നുണ്ടെങ്കിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് ആ ഒരു പ്രോഡക്റ്റ് ഉപയോഗിക്കേണ്ട ഒരു രീതിയുണ്ട്. ആ രീതിയിൽ തന്നെ, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, ആ പ്രോഡക്റ്റ് ഉപയോഗിക്കേണ്ട രീതിയിൽ കൃത്യമായിട്ട് മിനിമം 3 മുതൽ 4 മാസം വരെയും ഉപയോഗിച്ച് കൊണ്ടുവരണം. ആ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്ന രീതിയിൽ മസ്റ്റായിട്ടും സൺസ്ക്രീനും മോയ്സ്ചറൈസറും ഫേസ് വാഷും ഇൻക്ലൂഡ് ചെയ്യണം. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും മോശമായിട്ടുള്ള റിസൾട്ട് ഉണ്ടാവും, അല്ലാന്നുണ്ടെങ്കിൽ വർക്ക് ചെയ്യില്ല. ഇത് ഞാൻ എല്ലാ വീഡിയോയിലും പറഞ്ഞ ഒരുപാട് പേർക്ക് അറിയാത്തൊരു കാര്യമാണ്. എന്തെന്ന് പറയുമ്പോൾ ഇത്രയും ടൈം എടുത്ത് നിങ്ങൾക്ക് വർക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ മാത്രം പ്രോഡക്റ്റുകൾ സ്വിച്ച് ചെയ്യുക, വേറൊരു പ്രോഡക്റ്റ് നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. അല്ലാതെ നിങ്ങൾക്ക് എന്താ പറയുക, സ്കിൻ കെയർ അത്ര എളുപ്പം കിട്ടുന്ന ഒരു സാധനമല്ല. ഇങ്ങനെ ടെസ്റ്റ് ചെയ്ത് ഇപ്പോൾ എനിക്ക് തന്നെ ഒരു പ്രോഡക്റ്റ് ഉപയോഗിക്കുമ്പോൾ അത് തന്നെ റിസൾട്ട് കിട്ടില്ല. ഞാൻ ഈ കഴിഞ്ഞ 2-3 വർഷം ഉപയോഗിച്ച് ട്രയൽ ആൻഡ് എറർ നോക്കി ഏറ്റവും എന്താ പറയുക ബെസ്റ്റായിട്ടുള്ള ഞാൻ ഇതുവരെ ഉപയോഗിച്ചുള്ള ഏറ്റവും ബെസ്റ്റായിട്ടുള്ള 2 പ്രോഡക്റ്റുകൾ ഞാൻ വീണ്ടും പിന്നെ വീഡിയോസ് കാണിക്കും. അങ്ങനെയും ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത്രയും നോക്കി അങ്ങനെ ഇത്രയും ടൈമും നമ്മുടെ എല്ലാം ഇൻവെസ്റ്റ് ചെയ്തിട്ട് മാത്രമായിരിക്കണം സ്കിൻ കെയർ ചെയ്യേണ്ടത്. അത്രയും ടൈം എടുക്കും നമ്മൾ സ്കിൻ കെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എപ്പോഴും മൈൻഡിൽ വെക്കുക, ഒരു പ്രോഡക്റ്റ് ഇപ്പോൾ ഒരാൾ കാണിച്ചു എന്ന് കരുതി, ഇപ്പം ഞാനെന്നല്ല ഏതൊരാളാണെങ്കിലും കാണിച്ചു അത് നിങ്ങൾക്ക് വർക്കായില്ല എന്ന് കരുതി ബാക്കിയുള്ള ആൾക്കാർക്ക് അത് വർക്കാവാതിരിക്കും എന്നല്ല. അത് അവർ ടെസ്റ്റ് ചെയ്ത് നോക്കും, അവരത് പ്രോപ്പറായിട്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ അത് വർക്കാവും. നിങ്ങൾ കാരണം അത് അവർ യൂസ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ എന്തുണ്ടാവും? അപ്പോൾ നിങ്ങളത് പിന്നീട് ഈ കമൻറ്റ് ബോക്സിൽ വന്ന് പറയുന്നുണ്ട്, ഞാൻ പ്രത്യേകിച്ച് ഒന്നും പറയില്ല, പക്ഷേ ഈ കമൻറ്റ് ബോക്സിൽ വന്ന് അത് കൊള്ളില്ല ഇത് കൊള്ളില്ല എന്ന് പറയുന്ന ഒരാളോട് ഞാൻ പറയേണ്ട കാര്യം, നിങ്ങൾക്ക് കൊള്ളില്ല എന്നുണ്ടെങ്കിൽ എനിക്കത് പറ്റിയില്ല, എനിക്കത് ഓക്കെ ആയില്ല എന്ന് വേണമെങ്കിൽ കമൻ്റ് ഇടാം, പ്രശ്നമില്ല, ഞാനൊന്നും പറയുന്നില്ല. പക്ഷേ നിങ്ങൾ ഉപയോഗിക്കരുത്, നിങ്ങൾക്ക് കൊള്ളത്തില്ല, നിങ്ങൾക്ക് ഇങ്ങനെ പണി കിട്ടും, അവരത് പ്രോപ്പറായിട്ട് ഉപയോഗിക്കാത്ത ഈ പണി കിട്ടും, അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞ് കമൻറ്റ് ബോക്സിൽ ഇടുന്നവരോട് ഞാൻ ഇങ്ങനെയാണോ ഉപയോഗിച്ചത്, നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടാണോ ഉപയോഗിച്ചത്, പ്രോപ്പറായിട്ടാണോ ഉപയോഗിച്ചത്? അല്ല, അങ്ങനെയല്ല ഉപയോഗിച്ചിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ നിങ്ങൾ കൃത്യമായിട്ടാണോ നിങ്ങൾ ചില കാര്യം ചെയ്യുന്നതെന്നുള്ളത് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ഇടാൻ നോക്കുക. കാരണം ബാക്കിയുള്ളവർക്ക് ഇത് വളരെയധികം കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. പ്രോഡക്റ്റുകൾ എപ്പോഴും മൈൻഡിലൊക്കെ, പ്രോഡക്റ്റുകൾ നിങ്ങൾക്ക് വർക്കാവുന്ന പോലെയല്ല വേറൊരാൾക്ക് വർക്കാവുന്നത്. ഞാൻ എൻ്റെ ഷോർട്സിൽ പറയുമ്പം ഞാൻ എപ്പോഴും പറയും, ഇന്ന പ്രോഡക്റ്റുകൾ ഉപയോഗിക്കുന്നതിന് മുന്നേ എൻ്റെ ഫുൾ വീഡിയോ കാണണം, ആ രീതിയിൽ മാത്രമേ ആയിട്ട് ഉപയോഗിച്ചില്ലെങ്കിൽ പണി കിട്ടും എന്നൊരു 10,000 തവണ ഞാൻ വിളിച്ച് പറയാറുണ്ട്. എന്നിട്ടും പോയിട്ട് അതൊന്നും ശ്രദ്ധിക്കാതെ വെറുതെ വലിച്ചിടുന്നവർക്ക് പണി കിട്ടാതെ പിന്നെ വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അത് ഞാൻ പറഞ്ഞ പോലെ കൃത്യമായിട്ട് കേട്ട് കൃത്യമായിട്ട് ആ പ്രോഡക്റ്റുകൾ ഉപയോഗിച്ചവർക്ക് ഒരുപാട് റിസൾട്ട് ഉണ്ട്. ഞാൻ പല കൊടുത്തിട്ടുണ്ട്, പല കമൻസ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് എൻ്റെ ചാനലിൽ ചെക്ക് ചെയ്യാൻ പറ്റുന്നതാണ്, DMs ആയിക്കോട്ടെ, പേഴ്സണലായിട്ട് ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ചും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് വർക്കായി എന്നുള്ളത്. ഇനി വർക്കായില്ല എന്ന് പറയുന്നവർക്ക് അവർക്കൊന്നൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇത് അവരുടെ സ്കിന്നിന് സ്യൂട്ടബിളും ആയിട്ടുണ്ടാവില്ല. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നിട്ടായിരിക്കും ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? ഞാൻ ഒരുപാട് ആൾക്കാരെ കണ്ടിട്ടുണ്ട്, ജസ്റ്റ് ഒരു പ്രോഡക്റ്റ് പറഞ്ഞ് ഇന്ന പ്രോഡക്റ്റ് ഇതിന് ചേരും എന്ന് പറഞ്ഞിട്ട് പോകുന്ന ആൾക്കാർ. എൻ്റെ ചാനലിൽ ആ ഒരു കൺഫ്യൂഷൻ വരാതിരിക്കാനാണ് എപ്പോഴും ഞാൻ എല്ലാ പ്രോഡക്റ്റിനെ കുറിച്ച് ഇന്ന രീതിയിലാണ് ഇത് ഉപയോഗിക്കേണ്ടത്, ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് ഒരു വീഡിയോ ഇട്ടിട്ട് ശ്രദ്ധിക്കാത്തവർക്ക് ഞാൻ ഒരുപാട് ഫുൾ വീഡിയോസ് ഇടുന്നത്. അതിനാണ് എപ്പോഴും ഞാൻ ഫുൾ വീഡിയോ കാണണം എന്ന് പറയുന്നത്, എൻ്റെ ബെനിഫിറ്റിന് വേണ്ടിയിട്ടല്ല. ഒബ്വിയസ്ലി എനിക്ക് റീച്ച് ഉണ്ടാവും, സാധനം ഉണ്ടാവും, പക്ഷേ അതിനേക്കാളും നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് പണി കിട്ടും,
എന്നുള്ള ഉറപ്പുണ്ടായതുകൊണ്ടാണ്, നിങ്ങൾക്ക് അത് അറിഞ്ഞിരിക്കണം എന്നൊരു ബോധം എനിക്കുള്ളതുകൊണ്ടാണ് ഞാൻ ഈ ഫുൾ വീഡിയോയിൽ ഇത്രയും വലിച്ചു നീട്ടി ഓരോന്ന് കൃത്യമായിട്ട് പറഞ്ഞ ഏറ്റവും സിമ്പിളായിട്ടുള്ള ലാംഗ്വേജിലല്ലേ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇനിയെങ്കിലും ആ ഒരു കാര്യങ്ങൾ എപ്പോഴും മൈൻഡിൽ വെക്കുക. ഇപ്പം ഞാനെന്നല്ല, ഏതൊരു കണ്ടന്റ് ക്രിയേഷൻ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് പറയുമ്പോൾ അതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ഒരു ഗൂഗിൾ ചെയ്തിട്ടെങ്കിലും മാത്രം പ്രോഡക്റ്റുകൾ വാരി മുഖത്ത് തേക്കാൻ നോക്കാം. വെദർ അതൊരു ഡെർമറ്റോളജിസ്റ്റ് ആയാലും ഒരു ഡോക്ടർ ആയാലും ആരായിക്കോട്ടെ, അവർ നമുക്കൊരു പ്രോഡക്റ്റ് പറഞ്ഞു തരുമ്പോൾ കൃത്യമായിട്ട് ചോദിക്കാതെ എങ്ങനെയാണ് ആപ്ലിക്കേഷൻ ചെയ്യേണ്ടതെന്നുള്ളത്. എന്നാലും ഒന്നുകൂടെ ഉറപ്പ് വരുത്താൻ നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്യുന്നത് വളരെ ഉപകാരമായിരിക്കും. ഇപ്പം ഞാൻ പറഞ്ഞു തരുന്നതാണെങ്കിലും നിങ്ങൾക്കൊന്നുകൂടെ ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് ഗൂഗിൾ ചെയ്തിട്ട് മാത്രം അപ്ലൈ ചെയ്യാനേ ഞാൻ പറയുള്ളൂ. അതാണ് നിങ്ങളുടെ സ്കിന്നിന് നല്ലത്. സോ എപ്പോഴും ഇന്ന കാര്യങ്ങൾ മൈൻഡിൽ വെക്കുക. നിങ്ങൾക്ക് വളരെ എന്തായാലും ഹെൽപ്ഫുൾ ആവുന്ന ഒരു കാര്യമാണെന്ന് എനിക്ക് പേഴ്സണലി തോന്നിയോണ്ടാണ് ഈ ഒരു വീഡിയോ ഇടുന്നത്. ഇനി എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കമൻറ്റ് ബോക്സിൽ പറയാൻ മറക്കണ്ട. നമുക്കതിനെല്ലാത്തിനെയും വീഡിയോസ് ഇടാൻ ഉള്ളതാണെങ്കിൽ ഡെഫിനറ്റ്ലി വീഡിയോ ഇടാം. പറ്റുന്നേക്കെല്ലാം റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും. പിന്നെ നമ്മുടെ ഇൻസ്റ്റയും കൂടെ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ എല്ലാം ഓക്കെ അല്ലേ? ബൈ.